ഈ ഒരു പൊസിഷൻ തന്നിട്ട് ആര് ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈസിലി ബ്ലാക്ക് ജയിക്കുമെന്ന് പറയും. കാരണം എന്താണ്, ഇവിടെ ക്യൂനും ബിഷപ്പും കൂടെ ഇവിടെ കിങ്ങിനെ ലോക്കാക്കിയിരിക്കുകയാണ്. വൈറ്റ് കിങ്ങിനെ ലോക്കാക്കിയിരിക്കുകയാണ്. അടുത്ത മൂവ് ചെക്ക് ത്രെട്ടൻ ചെയ്യുകയാണ് ബ്ലാക്ക്. അപ്പോൾ വൈറ്റിന് ഇതിന് തടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുക. വൈറ്റിന് ഇവിടെ തോൽക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഈ ഒരു G2 സ്ക്വയറിലേക്ക് കൺട്രോൾ ചെയ്യാൻ വൈറ്റിന് ഒറ്റ നോട്ടത്തിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ വൈറ്റ് എങ്ങനെയാണ് ഈ ഒരു ഗെയിം സേവ് ചെയ്യേണ്ടത്? വൈറ്റിന് എന്തായാലും ജയിക്കാനൊന്നും പറ്റില്ല, പക്ഷേ ഇവിടെ ഒരു തോൽവി തടയാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വൈറ്റിന് എന്താണ് കളിക്കാൻ പറ്റുന്നതെന്ന് ആലോചിക്കാവുന്നതാണ്. കാരണം ഒറ്റ ഓട്ടത്തിൽ ഇവിടെ മെയ്റ്റ് തടുക്കാനുള്ള ഐഡിയാസ് ഒന്നും വൈറ്റിന് തന്നെയില്ല. അപ്പോൾ എന്താണ് വൈറ്റിന് ഇവിടെ കളിക്കാവുന്ന ബെസ്റ്റ് കോമ്പിനേഷൻ? ഓക്കെ, നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ മൂവ് വെറുതെ റൂക്ക് വന്നിട്ട് റൂക്കിനെ വെട്ടിയെടുക്കുന്നു, ചെക്കാണ്. കിങ് വന്നിട്ട് റൂക്കിനെ വെട്ടിയെടുക്കുന്നു. ഇവിടെയാണ് ക്യൂൻ വെച്ച് ഒരു ചെക്ക് വരുന്നത്. അപ്പോൾ ക്യൂൻ വെച്ച് ചെക്കുമാണ്, ഈ ഒരു ക്യൂവിനെ അറ്റാക്കും ചെയ്യണം. അപ്പോൾ ചെക്കും ക്യൂനും കൂടെ, അപ്പോൾ കിങ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വെറുതെ ക്യൂൻ നഷ്ടപ്പെടും. അപ്പോൾ ഈ ക്യൂൻ വന്നിട്ട് ഈ ഒരു വൈറ്റ് ക്യൂവിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒരു ഫ്രീ ക്യൂവിനെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം ഒരു പീസ് കൊടുത്തു, ആദ്യം റൂക്കിനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വെറുതെ ഒരു ക്യൂവിനെയും കൂടെ അവിടെ കൊടുത്തു. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വൈറ്റിന് ഇവിടെ കളിക്കാൻ എന്തെങ്കിലും മൂവ് ഉണ്ടോ എന്ന് നോക്കുക. വൈറ്റിൻ്റെ എല്ലാ പീസുകളും സെൽഫ് ലോക്ക് ചെയ്തേക്കാണ്. ഈ രണ്ട് പോണുകൾക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഒരു പോണുകൾക്ക് രണ്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ഈ പോണിന് മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താണ്, ആ ബിഷപ്പ് ആ ഡയഗണലുണ്ട്. ഈ ഒരു നൈറ്റിന് മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താണ്, ആ റൂക്ക് അവിടെയുണ്ട്. ഈ ഒരു ബിഷപ്പിന് മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം ബ്ലാക്കിൻ്റെ ക്യൂനുണ്ട്. കിങ്ങിന് വേറെ എങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ബിഷപ്പ് ഉണ്ട്. ഈ റൂക്കിന് ഓഫ് കോഴ്സ് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റിന് ഇവിടെ മൂവ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കളി സ്റ്റേൽ മേറ്റിൽ അവസാനിക്കണം. അപ്പോൾ പ്രത്യേകം ഓർക്കണം, ഇവിടെ ഒരു ചെക്ക് മേറ്റ് ത്രെട്ട് തടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റിന് ഒന്നും തന്നെ ഇല്ല. പക്ഷേ കംപ്ലീറ്റ് ലൂസിങ് പൊസിഷനിൽ നിന്ന് ഒരു ഡ്രോ ഇവിടെ വൈറ്റ് നേടിയെടുക്കുകയാണ് ഒരു 4 സ്റ്റേൽ മേറ്റിലൂടെ. അപ്പോൾ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് സേവ്സ് നിങ്ങളുടെ ഗെയിമിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ സേവ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ പസിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.